പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗങ്ങളിൽ മുൻപന്തിയിലുള്ള IPCക്ക് പുതിയ സംസ്ഥാന നേതൃത്വം നിലവിൽ വന്നിരിക്കുകയാണ്. പാസ്റ്റർ KC തോമസ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എന്നോടൊപ്പം ചേരുന്നു. പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. സഭാതലത്തിലും പുതിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. സഭ എന്താണ് സർക്കാരിന് മുമ്പിൽ വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്താണ് ഇപ്പോൾ? ജെബി കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് പ്രാബല്യത്തിലാക്കണമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ പൊതുവായിട്ടുള്ളൊരു സിമെട്രിക്ക് വേണ്ടി പല പ്രാവശ്യം ഞങ്ങൾ അപേക്ഷ മുൻ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അവരെ കാര്യത്തിൽ സഹായിച്ചിട്ടില്ല. കാരണം ഇവിടെ ട്രിവാൻഡ്രത്ത് ഉള്ള പെന്തക്കോസ്ത് സഭകൾക്ക് മേജറായിട്ടുള്ള സഭകൾക്കൊക്കെ സ്വന്തമായ സെമിട്രി ഉണ്ട്. സെമിട്രി ഇല്ലാത്ത ഒരുപാട് സഭകളും അവരുടെ ആളുകൾ മരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടൊന്നു ശവസംസ്കാരം നടത്താൻ. അപ്പോൾ ഒരു കോമണായിട്ട് ട്രിവാൻഡ്രത്ത് പെന്തക്കോസ്റ്റൽ സഭകൾക്ക് ഒരു സെമിട്രി അനുവദിച്ചു തരണമെന്നുള്ളത് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു അപേക്ഷയാണ്. സംസ്ഥാന സെക്രട്ടറിയാണ് അല്ലേ? എന്താണ് മുഴുവൻ പേര്? പാസ്റ്റർ ഡാനിയൽ കൊന്നേൽക്കുന്നതിൽ. എന്താണ് നിങ്ങൾ ഈ പുതിയൊരു ഭരണ സംവിധാനം വരുന്നു, എന്ത് കാര്യങ്ങൾക്കായിരിക്കും ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്? ഞങ്ങള് കേരളത്തിൽ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റാണ് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്. നമ്മുടെ സഭയുടെ തന്നെ ധാരാളം കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് സർക്കാരിനോട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ജെബി കോശി കമ്മീഷനിലൂടെ ഞങ്ങളൊരു വലിയൊരു പഠന റിപ്പോർട്ട് തന്നെ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആരാധനാലയങ്ങളുടെ നിർമ്മാണത്തിന്റെ പെർമിഷൻ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, സെമിത്തേരി സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് സംസ്ഥാന തലത്തിൽ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് ഈ മറ്റ് സമുദായങ്ങളിൽ നിന്ന് പരിവർത്തിത ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർക്ക് ലഭിക്കേണ്ട നീതിയോ ഒന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പം ഞങ്ങളുടെ ഇടയിൽ ഒത്തിരി പ്രയാസങ്ങളിലൂടെ ഒരു ചെറിയ ഒരു സർട്ടിഫിക്കറ്റ് പോലും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നതിന് പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ യൗവനക്കാരായിട്ടുള്ളവരുടെ തൊഴിലവസരങ്ങൾ, അവർ എഡ്യൂക്കേഷൻ സപ്പോർട്ടുകൾ, സ്കോളർഷിപ്പുകൾ ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ളൊരു അംഗീകാരം ഈ സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്ന ഒരു ഉറപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ അവരുകളിൽ നിന്ന് ഞങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ലഭിക്കുമെന്ന് ഉറപ്പാണ്. നിശ്ചയമായിട്ടും അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.